ഇതുപോലെ വേറെ ചെയ്ത കാര്യം എന്തായിരുന്നു ചേട്ടാ? ഒരു ചെറുത് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും അറിയില്ല. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ പറമ്പിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് അമ്മയും വല്യമ്മയൊക്കെ ഉറക്ക സമയമാണ്. പന്ത് തെറിച്ച് കിച്ചണിലേക്ക് ചെന്ന് വീഴുന്നു. പന്തെടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. ഗുരുവായൂരാണ് എൻ്റെ വീട്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രസാദം കിട്ടും. ഈ ഗ്ലൂക്കോസ് പൊടി പോലെ ഇരിക്കും. അത് സെയിം അങ്ങനത്തെ തന്നെ പഞ്ചസാര പൊടിയാണത്. അപ്പോൾ എനിക്ക് ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കിട്ടും, കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പന്തെടുക്കാൻ പോയപ്പോഴത്തേക്കും ഷെൽഫിനകത്ത് ഒരു ഹോർലിക്സ് ബോട്ടലിനകത്ത് ഈ വെളുത്ത പൊടി ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ആഹാ ഇത് എനിക്ക് തരാണ്ട് ഇവർ വെളുപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറെ വലിയൊരു സ്പൂൺ എടുക്കുന്നു, കുപ്പി തുറക്കുന്നു. ഈ സ്പൂണിൽ ഒരു 4 സ്പൂൺ പെട്ടന്ന് വായിലെടുത്തിട്ട് ഞാൻ ഈ ഗ്ലൂക്കോസ് വായിലിടുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ സ്വീറ്റ്നസ് കിട്ടില്ല, ഒരു ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ആ ടൈം എടുത്ത് മൊത്തം ഇറക്കിയത്തേക്ക് ഇറക്കിയ ശേഷമാണ് ഇവിടെയൊക്കെ ഒരു ചെറിയ നീറ്റലും പുകച്ചിലും. ഇതെന്തായിരുന്നു അറിയോ? അല്ല, സോഡാക്കാരം. മാവിലിടുന്ന മാവരയ്ക്കുമ്പോൾ ഇടുന്ന സോഡാക്കാരോ. ഇത് മൊത്തം അകത്ത് കയറി നീറി വേവാൻ തുടങ്ങി. അകത്ത് കിടന്നിട്ട് തിരക്ക് ചുറ്റും ഓടുന്നു. അമ്മയും വല്യമ്മയോട് പുറകെ ഓടുന്നു. 5-6 റൗണ്ട്. അങ്ങനെ പിടിച്ച് അടിയോടടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ആദ്യം 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുന്ന വായിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആദ്യം. പിന്നെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പരിപാടി. മൊത്തത്തിൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാം ബിസിയാണ്. ഞാനുണ്ടെങ്കിൽ എല്ലാവരും എൻഗേജിലാണ്. എന്നും അടികിട്ടി വളർന്ന ഒരു ഭാര്യയായിരുന്നല്ലേ? അടിയോടി. ചേട്ടൻ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ചേട്ടൻ അടുത്ത തലമുറ ചെയ്യുന്നുണ്ടോ ഇതുപോലത്തെ ഇതിന് സമാനമായ കാര്യങ്ങളൊക്കെ ചേട്ടന്റെ മക്കളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും? ഇല്ല, എൻ്റെ ആ ഒരു പാരമ്പര്യം എൻ്റെ മക്കൾക്ക് ഇല്ല അല്ലേ?